ഗൈസ് ഞങ്ങൾ ഊട്ടി പോവാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴിയാണ് ഊട്ടി പോകുന്നത്. മനോഹരമായ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും കിടിലൻ തോട്ടങ്ങളും തോട്ടത്തിൻ്റെ നടുക്കുള്ള വീടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല കിടിലൻ വ്യൂ കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. ഭയങ്കര മഞ്ഞും ഇവിടെ നടത്തി ഒഴുകുന്നുണ്ട്. കിടിലൻ എക്സ്പീരിയൻസ് തന്നെ. നല്ല തണുപ്പാണ്. അപ്പോൾ തീർച്ചയായും ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ റൂട്ടിൽ കൂടെ ഊട്ടി പോകണമെന്ന് നല്ലതായിരിക്കും. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് നേരെ ഊട്ടിയിലേക്ക് പോകാം. ഗായ്സ്, ഇത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയാണ്. നമ്മൾ ഗൂഡല്ലൂരിലേക്ക് ലക്ഷ്യം വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈക്കിൽ തന്നെയാണ് പോകുന്നത്. ചുറ്റും തോട്ടങ്ങളും കിടിലൻ വീടുകളും നല്ല ക്ലൈമറ്റാണ്. ഒന്നാമത് വിൻ്റർ സീസണാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല തണുപ്പുണ്ട്, കോടയൊക്കെ ഉണ്ട്. സമയം 9:15 പക്ഷെ ഒരു എക്സ്ട്രീം തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ഫീൽ ചെയ്യണം ഗൈസ്. ഒരുപാട് സ്ത്രീകൾ തോട്ടം തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കിടിലൻ വ്യൂ ആണ് ഗൈസ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൻ്റെ അടുത്തുള്ള പന്തല്ലൂരാണ് സ്ഥലം. ഗൈസ്, ഞങ്ങളൊരു കഫേയിൽ കയറി കേട്ടോ. ചായയും കടിയും മാത്രമേ ഉള്ളൂ. കിടിലും ഭംഗിയാട്ടോ കഫേ. നല്ല വൃത്തിയുള്ള കഫേയാണ്. പന്തല്ലൂരാണ് സ്ഥലം. ഗൈസ്, സമയം ഇപ്പോൾ 11 മണി. നമ്മൾ ഗൂഡല്ലൂരാണ് ഉള്ളത്. ഊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കിടിലൻ ക്ലൈമറ്റാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട്. നമ്മൾ ഓൾറെഡി ഗൂഡല്ലൂർ തന്നെ നല്ല തണുപ്പാണ്. ഇനി വീണ്ടും നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഉയരങ്ങളിലേക്ക് പോകും തോറും ചായയുടെ സ്വാദും കൂടും. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഇനി ഊട്ടിയിലേക്കാണ്. ഗൈസ്, ഒന്നും പറയാനില്ല ഗൈസ്. നമ്മളെ ഗൂഡല്ലൂർ മഞ്ഞിൻ്റെ 5 കളിയാണ് ഗൈസ്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. സമയം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. 11 മണിയായിട്ടുള്ളൂ. പട്ടാ പകലാണ്. പക്ഷെ ഭയങ്കര തണുപ്പ്, എക്സ്ട്രീമാണ്. വിൻ്റർ അറ്റ് സ്പീക്കാണ്. ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. എൻ്റെ ഇടയിൽ നമ്മൾ മനുഷ്യന്മാരും ഉണ്ട്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ടൈമിൽ ഈ വഴി ഊട്ടി പോകണം നിർബന്ധമാണ് ഗൈസ്. ഭയങ്കര തണുപ്പാണ്. ഊട്ടി എത്തിയിട്ട് പോലും ഇല്ല, കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മൊത്തം മഞ്ഞാണ് ഗൈസ്. ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല, ടീഷർട്ട് മാത്രം. വാവ്, പ്രകൃതി ഭംഗിയായിട്ട് സ്പീക്കാണ് ഗൈസ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല ഗൈസ്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഊട്ടി എത്തിയിട്ട് പോലും ഇല്ല. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററിന് ഊട്ടിക്ക്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഭയങ്കര തണുപ്പാണ് ഗൈസ്. ചുറ്റും കോട, ഒന്നും കാണുന്നില്ല. മരങ്ങളൊക്കെ ഉണ്ട്, വണ്ടികൾ വരുന്നത് പോലും അറിയുന്നില്ല ഗൈസ്. സ്വർഗത്തിലെത്തിയ ഫീലാണ് ഗൈസ്. തണുപ്പോട് തണുപ്പ്, ചുറ്റും മരങ്ങളും കോടയും. ഒരു രക്ഷയില്ല. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ പറ്റിയ നാളെ തന്നെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മളെ നാട് കാണിന്ന് നമ്മൾ നേരെ ഗൂഡല്ലൂർ വിടാം. ഗൂഡല്ലൂരിൽ നിന്ന് ഒന്നും നോക്കാണ്ട് റൈറ്റ് എടുക്കുക നേരെ ഊട്ടിയിലേക്ക്. ഊട്ടി എത്തുമോ ഇല്ലയോന്നൊന്നും അറിയില്ല, എങ്കിലും ഞങ്ങൾ ഊട്ടിയിലേക്ക് തന്നെ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, അനുഭവിക്കന്നെ വേണം. ഒന്നും പറയാനില്ല, എക്സ്ട്രീം തണുപ്പാണ്. ഗൈസ്, എനിക്കെൻ്റെ മനസ്സിലിപ്പോൾ വരുന്ന പാട്ട് നമ്മളെ ജയറാമേട്ടൻ്റെ സിനിമയിലെ പാട്ടാണ് ഗൈസ്. കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ രാക്കടമ്പ് പൂക്കുമ്പോൾ താനന്ന തണുപ്പ് ഗായ്സ്. സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല ഗായ്സ്. സ്വട്ടറൊന്നുമില്ല ഗായ്സ്, കോട മാത്രം. ഇതേതാ മരം പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഗായ്സ്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അറിയുന്നില്ല. ഈ വിൻ്റർ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് വരിക ഗായ്സ്. നല്ല എക്സ്പീരിയൻസ് ആണ്, കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. വണ്ടി ആകെ പോകുന്നത് 20-10 ബൈക്കാണ് ഗായ്സ്. ഒന്നും കാണുന്നില്ല ഗായ്സ്. റോഡ് ഏതാണ്,
കൊക്ക ഏതാണെന്നൊന്നും അറിയുന്നില്ല ഗൈസ്. ഭയങ്കര തണുപ്പാണ്, ഒന്നും അറിയാത്തൊരവസ്ഥയാണ് ഗൈസ്. കിടിലൻ എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. തണുപ്പോട് തണുപ്പാണ്, എക്സ്ട്രീം തണുപ്പാണ്. ആരോ നടന്നൊക്കെ വരുന്നുണ്ട്, അദ്ദേഹം പോലീസുകാരനാണ്, ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടന്നു വരുന്നത്. നമുക്ക് ജാക്കറ്റും ഇല്ല, ഒന്നുമില്ല, ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. വെറും ടീഷർട്ട് മാത്രമാണ്. ബാക്കിൽ റിയലി അമേസിങ്, ഒന്നും കാണുന്നില്ല ഗായ്സ്. ഇപ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നത്. ഞാൻ വളരെ പതുക്കെ പോകുന്നത്, കാരണം സ്പീഡിൽ പോകുന്ന ഒട്ടും ആവില്ല. ഒന്നാമത് പ്രതികൂല സാഹചര്യമാണ്, പ്രതികൂല കാലാവസ്ഥയാണ്, ഹെയർപിൻ ബെൻഡാണ്, ഗോസ്ലോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇൻസ്ട്രക്ഷനൊക്കെ പാലിച്ചിട്ട് വേണം ഈ വഴി പോകാനായിട്ട്. റൈറ്റ് സൈഡ് മൊത്തം കൊക്കയാണ്, നല്ല തണുപ്പാണ് ഗായ്സ്, എക്സ്ട്രീം തണുപ്പാണ്. എത്ര ഡിഗ്രി ഉണ്ടെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഒരു കിടിലൻ വളവാണ്, ഹെയർപിന്നാണ്. മെല്ലെ അങ്ങനെ ഞങ്ങൾ ഊട്ടി എത്തി ഗായ്സ്. സത്യം പറഞ്ഞാൽ ഊട്ടി എത്തിയപ്പോൾ ഒരു ആശ്വാസമായത്, കാരണം വെളിച്ചം വന്നു. ഇത്ര നേരം കോടയും തണുപ്പും മഞ്ഞും കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇത്ര കാലം ഒരു ജനവാസം പോലില്ലാത്ത ഏരിയയായിരുന്നു. പക്ഷെ ഊട്ടി എത്തിയപ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ അട്ടി വെച്ച പോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, തേയിലത്തോട്ടവും എൻ്റെ നടുക്ക് വീടുകളും ഒരുപാട്. ഗൈസ്, ഊട്ടിയിലെ വീടുകളൊക്കെ നല്ല രസമാണ് ഗൈസ്, നമ്മളെ നാട്ടിലെ വീടുകൾ പോലെ ഒന്നുമല്ല. ഇപ്പോൾ തണുപ്പിന് ചെറിയൊരു ആശ്വാസമുണ്ട്. ഇതാണ് ഊട്ടിയിലെ ചെറിയ തടാകം, നല്ല മനോഹരമായ തടാകം. ചുറ്റും മലയും കാടും കുന്നും മേടും, നല്ല തെളിഞ്ഞ വെള്ളം പോലെ തോന്നുമെങ്കിലും ചളിവെള്ളം പോലെ കാണുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഊട്ടിയിൽ ഫുഡ് കഴിക്കാൻ കയറാണ്. പ്രത്യേക ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് വരുന്നവർ ഊട്ടി വരെയുള്ള പെട്രോൾ കണ്ടെത്തണം. കാരണം ഗൂഡല്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഊട്ടിയിലാണ് പെട്രോൾ പമ്പുള്ളൂ. ആ കാണുന്ന പെട്രോൾ പമ്പ് ഏകദേശം 50 കിലോമീറ്ററിന് മുകളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണു ഗൈസ്. ഊട്ടിയിലെ കൊടും തണുപ്പിൽ ആഹാരം കഴിക്കുന്ന കുതിരകളെ കാണാം ഗൈസ്. അതിസുന്ദരമായ പ്രദേശം, ഊട്ടിയിലെ മഞ്ഞിലെ കിടിലൻ സ്ഥലം ഗൈസ്, ഒന്നും പറയാനില്ല. അതിമനോഹരം, കിടിലനാണ് ഗൈസ്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരറിയില്ല, ഊട്ടിയിൽ തന്നെയാണ്, ഊട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഭയങ്കര തണുപ്പും ഒന്നും പറയില്ല. സമയം ഉച്ചയ്ക്ക് 2:30 നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സൂര്യൻ്റെ ഭീകരമായ ചൂട് അനുഭവപ്പെടും. പക്ഷെ ഇവിടെ സൂര്യനെ പോയിട്ട് ചന്ദ്രനെ പോലും കാണുന്നില്ല. അതിമനോഹരമാണ് ഗൈസ്, ഒന്നും പറയാനില്ല, കിടിലൻ ഗൈസ്. അപ്പോൾ ഈ വിൻ്റർ ആരും ഊട്ടി മിസ്സാക്കരുത്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വിൻ്ററിൽ നിങ്ങൾ ഊട്ടി മിസ്സായി കഴിഞ്ഞാൽ അത് വലിയൊരു മിസ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വരിക, എൻജോയ് ചെയ്യുക ഗൈസ്. ഊട്ടിയിലെ കൊടും തണുപ്പിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് യാത്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഗൈസ്. വിൻ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിൻ്ററാണ് ഗൈസ്. ഈ സമയത്ത് വരുന്ന വിൻ്ററാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിക്കുകയാണ്. തണുപ്പ് പറ്റുന്നില്ല, സർവേ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പാണ്. രോമൊക്കെ എണീച്ച് മഞ്ഞത്ത് വെള്ളമൊക്കെയായി ആകെ തണുപ്പാണ്. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. വിൻ്ററിൽ ഊട്ടി മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ അനൂസ് മുഹമ്മദ് സൈനിങ് ഓഫ്.